കാര്യങ്ങളിലാകെ തെറ്റിയെടുക്കുന്നു. പോയി പോയി എല്ലാം പോയി. തനി ഭ്രാന്താവസ്ഥ. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഡോളർ കൊടുത്ത് ഒരു കപ്പൽ വന്നെത്തി. ഒരു വലിയ സൈനിക സന്നാഹം ആ കപ്പലിലുണ്ട്. കൂടെ ടിവിയാണ്. അച്ഛനെ കണ്ട നിമിഷം അവൾ നിശ്ചലയായി. ദൈവമേ, ഞാൻ ഈ കാണുന്നത് അച്ഛനോ അതോ ഭ്രാന്തനോ? ഇല്ല, സഹിക്കാവതല്ല ഈ കാഴ്ച. രക്തബന്ധങ്ങളെ മാപ്പിലൊരിക്കലും. പ്രമുഖ ഖാദികനായ സാംബശിവനെ അനുസ്മരിക്കാത്തവരാരും ഉണ്ടാകില്ല. അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് കഥാപ്രസംഗത്തിൽ 35ാമത് ജില്ലാ കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ സെൻറ്റ് തെരേസ സ്കൂൾ ടീമാണ് നമ്മോടൊപ്പം ഉള്ളത്. നിങ്ങൾ ഈ കഥ അഭ്യസിച്ചത് സ്വന്തമായിട്ടാണോ അതോ ആരുടെയെങ്കിലും പരിശീലനം നിങ്ങൾ ലഭിച്ചിരുന്നോ? സ്വന്തമായിട്ടല്ല, ഞങ്ങളുടെ ഗുരുനാഥനായ ശ്രീ ഇടക്കൊച്ചി സലീം കുമാർ സാറാണ് ഞങ്ങൾക്കിത് പഠിപ്പിച്ചു തന്നത്. സാറായിരുന്നു എല്ലാ സപ്പോർട്ടും. പിന്നെ ടീച്ചേഴ്സും സ്കൂളിലെല്ലാവരും പ്രാർത്ഥനയും എല്ലാം കൂടി ആയിട്ടാണ് ഫസ്റ്റ് കിട്ടിയത്. എന്ത് കഥയാണ് നിങ്ങൾ അവതരിപ്പിച്ചത്? വില്യം ഷേക്സ്പിയർ രചിച്ച കിങ് ലിയർ എന്ന കഥയാണ് ഞങ്ങളിവിടെ അവതരിപ്പിച്ചത്. ഇതിനു മുമ്പ് കലോത്സവ വേദിയിലൊക്കെ കഥാപ്രസംഗം അവതരിപ്പിക്കാനായിട്ട് പോയിട്ടുണ്ടോ? ഇല്ല, ഇതിനു മുമ്പ് ഞാൻ കഥാപ്രസംഗം അവതരിപ്പിച്ചിട്ടില്ല. ഇതിൻ്റെ ആദ്യത്തെ പ്രാവശ്യമായിട്ടാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. പ്രഥമ സംരംഭത്തിൽ തന്നെ ഫസ്റ്റ് നേടിയിരിക്കുകയാണ്. ആശംസകൾ. താങ്ക് യു. പേരെന്താണ്? അനഘ. അനഘ. കൃഷ്ണനന്ദ. സെലിൻ. കൃഷ്ണവേണി. നിങ്ങളൊക്കെ അതിൻ്റെ പിന്നണികളല്ലേ? ഓർക്കസ്ട്ര ടീമുകളാണല്ലേ? കഥ അവതരിപ്പിച്ചതും പാട്ട് പാടിയതും ഒക്കെ അനഘയാണ് അല്ലേ? അപ്പോൾ എന്തായാലും അടുത്ത സ്കൂൾ കലോത്സവത്തിലേക്ക് മത്സരിക്കാനുള്ള അർഹത നേടിയിരിക്കുകയാണ് അനഘയും ടീമും. എല്ലാവർക്കും ആശംസകൾ. ന്യൂസ് വ്ലോഗിന് വേണ്ടിയിട്ട് ക്യാമറമാൻ ഷാജഹാനൊപ്പം ബീന ശിവൻ. ശിക്ഷ നടപ്പാക്കുന്നുണ്ട്. അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ആകാശത്തിനും ഭൂമിക്കുമിടയിലുള്ള നിങ്ങളുടെ ഭരണക്രമം ഏകാധിപത്യമാണ്. അതുണ്ടാക്കാൻ നോക്കുന്ന വലിയ ദുരന്തത്തിന്റെ ശിക്ഷ പ്രവചനാതീതമാണ്. എല്ലാ കോട്ടക്കൊത്തകളും എല്ലാ പീഡികളും നിശബ്ദമായി ദുരുപെടുത്തും. എല്ലാ സുൽത്താന്മാരും വെളിച്ചമില്ലാത്ത ഗുഹയിലൂടെ ഓടിച്ചോടും. ഇതിനകം ആ കൊലക്ക് അവളുടെ കഴുത്തിൽ മുറുകി. വിവരമറിയാ പിതാവ് ഓടി തലവരയ്ക്ക് മുന്നിലേക്ക് എത്തുമ്പോഴേക്കും വിധി നടപ്പാക്കി കഴിഞ്ഞിരുന്നു. നാം ഒന്ന് നിരൂപിക്കും, മറ്റൊന്നായി തീരും ഫലം. നാം അത് കണ്ടാത്തരാൽ നിഷ്ഫലം ലഭിക്കും. ജീവിതം ഓർത്താൽ ഒരു കടൽ കഥയാണായിരിക്കും. ആവില്ല ശരിയായ ഉത്തരം സ്ഥാപിക്കുക. തീവ്ര ദുഃഖത്തിന്റെ പെയ്തിറങ്ങിയ കാർമേഘം പോലെയായി ലിയറുടെ അന്ത്യം അവിടെ പൂർണ്ണമാകുന്നു. കിങ് ലിയർ.